Chapter 11 Thermal Properties of Matter Part 1 അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഒരു ഫോം ഓഫ് എനർജിയാണ് ഹീറ്റ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്. ആ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് അളക്കുന്നത് നമ്മൾ എന്തിലാണ്? ടെമ്പറേച്ചറിലാണ്. 3 സ്കെയിൽസ് ഫോർ മെഷറിംഗ് ടെമ്പറേച്ചർ ആർ. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 സ്കെയിലുകൾ. ഒന്നാമത്തത് സെൽഷ്യസ് സ്കെയില്, 2 കെൽവിൻ സ്കെയില്, 3 ഫാരൻഹീറ്റ് സ്കെയില്. ഇതിൽ SI യൂണിറ്റ് നമുക്കറിയാം കെൽവിൻ ആണെന്നുള്ളത്. ഇനി ഇവയെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് C/100 is equal to F minus 32/180 is equal to K minus 273/100. ഇതിൽ C സെൽഷ്യസ് സ്കെയിലാണ്, F ഫാരൻഹീറ്റ് ആണ്, K കെൽവിൻ ആണ്. അപ്പോൾ ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കെൽവിൻ സ്കെയിലിൽ, അതുപോലെ തന്നെ ഡിഗ്രി സെന്റിഗ്രേഡിൽ, അതായത് സെൽഷ്യസ് സ്കെയിലിൽ, ഫാരൻഹീറ്റ് സ്കെയിലിൽ സ്റ്റീം പോയിന്റ്, ഐസ് പോയിന്റ്, അബ്സല്യൂട്ട് സീറോന്റെ വാല്യൂസ് ആണ്. ഇതൊരു സ്റ്റീം പോയിന്റ് വരുന്ന സമയത്ത് 373.15 കെൽവിൻ ആണ്. ഐസ് പോയിന്റ് ആവുന്ന സമയത്ത് അത് 273.15 കെൽവിൻ ആണ്. അബ്സല്യൂട്ട് സീറോ കെൽവിനെയാണ് വിളിക്കുന്നത്. ഇനി സ്റ്റീം പോയിന്റ് ഡിഗ്രി സെന്റിഗ്രേഡിൽ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ സ്റ്റീം പോയിന്റ് 100 ആണ്. ഐസ് പോയിന്റ് 0 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അബ്സല്യൂട്ട് സീറോ മൈനസ് 273.15 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇനി ഫാരൻഹീറ്റ് ആണെങ്കിൽ സ്റ്റീം പോയിന്റിൽ 212 ഫാരൻഹീറ്റ് ആണ്. ഐസ് പോയിന്റ് 32 ഫാരൻഹീറ്റ് ആണ്. അബ്സല്യൂട്ട് സീറോ 459.69 ഫാരൻഹീറ്റ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ഇത് ചോദിക്കാറുണ്ട്. എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഇഫ് എ ആൻഡ് ബി ആർ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സി. രണ്ട് സിസ്റ്റം ഉണ്ട്. ഒരു സിസ്റ്റം എ, അതുപോലെ തന്നെ മറ്റൊരു സിസ്റ്റം ബി. ഇതിൽ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് സിയുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് എയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ then A and B are in thermal equilibrium with each other. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിൽ എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതിനെയാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ എയും ബിയും സിയുമായിട്ട് സെപ്പറേറ്റ്ലി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും ബിയും തമ്മിൽ എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. 3 types of expansion coefficients in solids. സോളിഡ്സിലെ 3 ടൈപ്പ് എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ. ആൽഫ എൽ കാണാനുള്ള ഫോർമുല ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇതിൽ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, എൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് ആണ്, അതുപോലെ തന്നെ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇനി രണ്ടാമത്തത് കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ആൽഫ എ ആണ്. അത് കണ്ടെത്താനുള്ള ഫോർമുല ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇതിൽ ഡെൽറ്റ എ ചേഞ്ച് ഇൻ ഏരിയ ആണ്, എ എന്ന് പറയുന്നത് ഒറിജിനൽ ഏരിയ, ഡെൽറ്റ ടി നേരത്തെ നമ്മൾ പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. മൂന്നാമത്തത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആൽഫ വി ആണ്. ഫോർമുല ആൽഫ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇതിൽ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം, വി ഒറിജിനൽ വോളിയം, അതുപോലെ തന്നെ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇനി 3 കോഎഫിഷ്യന്റ് തമ്മിലുള്ള റേഷ്യോ ആണ് ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ ബി ഈസ് ഈക്വൽ ടു 1:2:3 ആണ്. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ആൽഫ എല്ലിന്റെ വാല്യൂ നമുക്കറിയാം ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അതുപോലെ തന്നെ ആൽഫ എയുടെ വാല്യൂ അറിയാം ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി നമ്മൾ ഫോർ എ ക്യൂബ് ഓഫ് സൈഡ് എൽ, ഫോർ എ ടെമ്പറേച്ചർ ഇൻക്രീസ് ഓഫ് ഡെൽറ്റ ടി, the change of length is delta L. ഒരു ക്യൂബ് അതിന്റെ സൈഡ് L ആണ്. ടെമ്പറേച്ചർ DT ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെങ്ത് ഡെൽറ്റ L ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ചേഞ്ച് ഇൻ ഏരിയ ഓഫ് വൺ സൈഡ്, ക്യൂബിന്റെ വൺ സൈഡിന്റെ ചേഞ്ച് ഇൻ ഏരിയ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആദ്യം അതിന്റെ ലെങ്ത് L ആയിരുന്നു, പിന്നെ ഡെൽറ്റ L കൂടി. അപ്പോൾ അതിന്റെ ടോട്ടൽ ലെങ്ത് എത്രയായി? L പ്ലസ് ഡെൽറ്റ L. ക്യൂബിന്റെ വൺ സൈഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L² ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഏതാ വരുന്നത്? L plus delta L whole square minus
ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എൽ സ്ക്വയർ. ഇനി എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ സ്ക്വയറിനെ നമ്മൾ പൈത്തഗോറസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമുല യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എൽ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഡെൽറ്റ എല്ലിന്റെ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. അപ്പൊ നമ്മൾ എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. പിന്നെ 2l ഇൻറ്റു ഡെൽറ്റ എൽ പ്ലസ് ഡെൽറ്റ എൽ സ്ക്വയർ ഉണ്ട്. ഈ ഡെൽറ്റ എൽ സ്ക്വയറിന്റെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഇത് മാത്രമാണ്, 2l ഇൻറ്റു ഡെൽറ്റ എൽ മാത്രമാണ് എന്തിന്റെ വാല്യൂ, ഡെൽറ്റ എയുടെ വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആൽഫ എയുടെ വാല്യൂ എടുക്കുന്നു. ആൽഫ എയുടെ വാല്യൂ നമുക്കറിയാം ഏതാണ്, ഡെൽറ്റ എ ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇനി ഈ ഡെൽറ്റ എക്ക് പകരം നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ ഉണ്ട്, ഏതാണ്, 2 ഇൻറ്റു ഡെൽറ്റ എൽ, 2l ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എ. എന്ന് പറഞ്ഞാൽ ഏരിയ, ഒറിജിനൽ ഏരിയ ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്, എൽ സ്ക്വയർ ആണ്. എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ഒരു എല്ലും ക്യാൻസൽ ചെയ്യും. അപ്പൊ 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി ആൽഫ എൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 ഇൻറ്റു ആൽഫ എൽ. അപ്പൊ കിട്ടി ആൽഫ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ എൽ. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ എ. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ എൽ ആൻഡ് ആൽഫ വി ആണ്. നമ്മൾ ആൽഫ എല്ലിന്റെ ഫോമുല എഴുതുന്നു, ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ വിയുടെ ഫോമുല എഴുതുന്നു, ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇനി നേരത്തെ പോലെ തന്നെ ക്യൂബ് ഓഫ് സൈഡിൽ എല്ലിന് ഫോർ എ ടെമ്പറേച്ചർ ഇൻക്രീസ് ഓഫ് ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്, ഡെൽറ്റ എൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം കാണുന്നു. ചേഞ്ച് ഇൻ വോളിയം ആകുമ്പോൾ വോളിയം കാണാനുള്ള ഫോമുല നമുക്കറിയാം, എൽ ക്യൂബ് ആണ്. അപ്പോൾ ഡെൽറ്റ എല്ലും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. ഇനി എൽ പ്ലസ് ഡെൽറ്റ എൽ ഹോൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി ഹോൾ ക്യൂബ് ആകുമ്പോൾ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നാണ്. അപ്പോൾ ആ കെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, ആദ്യം എല്ലിന്റെ ക്യൂബ് അത് അതേപോലെ എഴുതി, 3 ഇൻറ്റു എൽ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ അത് രണ്ടാമത് എഴുതി, 3 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ, 3 ഇൻറ്റു എൽ ഇൻറ്റു ഡെൽറ്റ എൽ സ്ക്വയർ എഴുതി, പിന്നെ ഡെൽറ്റ എൽ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ്. മൈനസ് എൽ ക്യൂബ് പ്ലസ് എൽ ക്യൂബ് ക്യാൻസൽ ചെയ്യും. പിന്നെ 3 ടേം ഉണ്ട്. ഇതിലെ ഈ ടേമുകൾ, അതായത് ഡെൽറ്റ എൽ സ്ക്വയറും ഡെൽറ്റ എൽ ക്യൂബ് ഉള്ള ടേം നെഗ്ലക്ട് ചെയ്യുന്നു, കാരണം അതിന്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അത് പിന്നെ നമുക്ക് കിട്ടുന്നത് ഏതാണ്, 3l സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഡെൽറ്റ ആൽഫ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടിയിൽ ഡെൽറ്റ വിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, ഡെൽറ്റ വി ബൈ വി ഇൻറ്റു ഡെൽറ്റ ടി ആണ് ആൽഫ വിയുടെ വാല്യൂ. ഡെൽറ്റ വിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുന്നു, 3l സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൽ. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞാൽ വോളിയാണ്. ഇവിടെ എത്രയാണ് വരുന്നത്, എൽ ക്യൂബ് ആണ് വരുന്നത് ഇൻറ്റു ഡെൽറ്റ ടി. ഇപ്പൊ എൽ സ്ക്വയറും ഇതിലെ എൽ സ്ക്വയറും ക്യാൻസൽ ചെയ്യുമ്പോൾ അടിയിൽ ഒരു എൽ വരും. അപ്പൊ 3 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ടിയുടെ വാല്യൂ ആൽഫ എൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3 ആൽഫ എൽ. അപ്പൊ ആൽഫ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 3 ആൽഫ എൽ എന്ന് കിട്ടി. അപ്പൊ നേരത്തെ നമ്മൾ തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുത്തിരുന്നു, അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. ഏതാണ് ആ റേഷ്യോ, ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി ഈസ് ഈക്വൽ ടു 1:2:3. ഇനി എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സോളിഡ്? It is the heat required to rise the temperature of unit mass of substance through 1 Kelvin. യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ്. ആ ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാണാനുള്ള ഫോർമുലയാണ് 1/m ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇതിൽ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ്. അതുപോലെ തന്നെ എം എന്ന് പറയുന്നത് മാസ് ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു എം ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാൻ സാധിക്കും. ഇനി എന്താണ് സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ്? ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ഫോർ എ ചേഞ്ച് ഓഫ് ഫേസ് ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് വിതൗട്ട് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ഹീറ്റ് റിക്വയർഡ് ഫോർ ചേഞ്ച് ഓഫ് ഫേസ്. ചേഞ്ച് ഓഫ് ഫേസ് പറഞ്ഞാൽ സോളിഡ് എന്തായിട്ട് മാറുക, ലിക്വിഡ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുക. അങ്ങനെ മാറുന്ന സമയത്ത് ഒരു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ലാതെ ഫേസ് ചേഞ്ചിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ്, ആ ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ലാറ്റന്റ് ഹീറ്റ്.
അപ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാഫാണ്, ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ഹീറ്റ് വിത്ത് ടെമ്പറേച്ചർ ഡ്യൂറിങ് ഫേസ് ചേഞ്ച്. ഫേസ് ചേഞ്ച് വരുന്ന സമയത്ത് ടെമ്പറേച്ചറും ഹീറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ ഫസ്റ്റ് ഈ സ്ലോപ്പ് കാണാം, ഇത് സോളിഡ് ഫേസ് ആണ്. ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, ഇത് ലിക്വിഡ് ഫേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്, ഇത് ഗ്യാസ് ഫേസ് ആണ്. ഇനി ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ കാണാം, ഫേസ് ചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് സോളിഡ് ലിക്വിഡ് ആവുന്നത് വരെ ആ മെൽറ്റിംഗ് പോയിന്റ് ഒരേ മെൽറ്റിംഗ് പോലെ ഒരേ ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഹീറ്റിൽ ഇത് അവിടെ വ്യത്യാസമുണ്ട്, ഇത്രയും പോയിന്റ് ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ഹീറ്റാണ് യൂസ് ചെയ്യുന്നത്. 80 കിലോ കാലറി പെർ കിലോഗ്രാം ആണ് ഹീറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല, ഈ പോർഷനിൽ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് കോൺസ്റ്റന്റ് ആയിട്ട് ഇതിങ്ങനെ ഈ ഫ്ലാറ്റ് പോർഷൻ കാണാനുള്ള കാരണം അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ആ ഹീറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താവുന്നു എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസ് ആയി മാറുന്നവരെ, എല്ലാ ലിക്വിഡും ഗ്യാസ് ആയി മാറുന്നത് വരെ അതിന്റെ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. 100 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ബോയിലിംഗ് പോയിന്റ് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഫ്ലാറ്റ് പോർഷൻ കാണിക്കുന്നത്. ഇനി എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് to convert unit mass of liquid at its boiling point to vapor at the same temperature. ഒരു യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വേപ്പർ ആവാൻ, സെയിം ടെമ്പറേച്ചറിൽ വേപ്പർ ആവാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണോ ഹീറ്റ് ആവശ്യമായിട്ടുള്ളത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പൊ അവിടെ ഈ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, വേപ്പർ ആവുന്നത് വരെ ടെമ്പറേച്ചറിൽ ചേഞ്ച് ഇല്ല, പക്ഷെ ഹീറ്റ് ആവശ്യമായിട്ട് വരും. ആ ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ്? When a hot body is placed in contact with a cold body, heat will flow from hot body to cold body till their temperatures become equal. ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡ് ബോഡിയുമായി കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നാൽ ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏതുവരെ? രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത് വരെ. നമുക്കറിയുന്ന കാര്യം അത്. ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയാം ഹീറ്റ് ലോസ്റ്റ് ബൈ ഹോട്ട് ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കോൾഡ് ബോഡി.